Hello guys, welcome to my YouTube channel Shrudi's World. ഇപ്പോൾ സമയം ഏഴരയായി തോന്നുന്നു, രാത്രിയായി. അപ്പോൾ നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാം. എന്ന് പറയുന്നു കുക്കിംഗ് ചെയ്യാൻ നമ്മൾ തക്കാളിയും സവോളയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടൊരു കറി. ചോറിന് ഈ ഇൻഗ്രീഡിയൻസ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. ഇത്രേ ഉള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇൻഗ്രീഡിയൻസ്: ചെറിയുള്ളി 2 സവോള, 5 പച്ചമുളക്, 2 തക്കാളി, മുളക് പൊടി 2 സ്പൂണ്, 2-3 സ്പൂണ് എരിവിന് വേണ്ട. എനിക്കല്ല എരിവ് വേണം, അതുകൊണ്ട് 3 സ്പൂണ്. മല്ലിപ്പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി ശകലം, പിന്നെ കായം, പിന്നെ നമ്മുടെ എണ്ണ, കടുക്, കറിവേപ്പില ഇതിന് വേണ്ടിയവർക്ക് ചേർക്കാം. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. അത് നമുക്ക് കാണാം. തക്കാളി അരിഞ്ഞു, സവോള അരിഞ്ഞു, ചെറിയുള്ളി അരിഞ്ഞു, മുളക് അരിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കഴിഞ്ഞിച്ചായിരുന്നല്ലോ നേരത്തെ. ഇനി നമുക്ക് ഗ്യാസാണ് കത്തിക്കേണ്ടത്. 2 മിനിറ്റ് കഴിഞ്ഞ് കത്തിക്കാൻ ഞാൻ ഓർക്കാതെ ഗ്യാസ് ഓണാക്കി വെച്ച്, അതുകൊണ്ട് നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് കത്തിക്കാം. നമുക്ക് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് നമുക്കതിലേക്ക് ചട്ടി വെക്കാം. ചട്ടിക്കകത്ത് വെള്ളമുണ്ട്, അപ്പോൾ നമ്മളത് കുടഞ്ഞ് കളഞ്ഞിട്ട് ചട്ടി ഒന്നുകൂടെ വെക്കാം. നമ്മുടെ അടുപ്പ് ഇതാണ് നമ്മുടെ
നോക്കുന്നത്. ഇനി ബാക്കി ഞാൻ ബാക്ക് ക്യാമറ വയ്ക്കാം. പാൻ നമ്മുടെ ചൂടായി. ഇനി അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കണം.
തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവണം. മുട്ടയുന്ന പരിവാവണം. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, ഞെക്കുമ്പോഴേ ഉടയുന്നേ. അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം. സോറി ഗൈസ്, പൊടി ഇടുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കിയെന്ന് കരുതുക, പക്ഷേ വീഡിയോ ഓണാക്കില്ലായിരുന്നു. അപ്പം നിങ്ങൾ പൊടി ഇട്ടാലും ഞാൻ പറഞ്ഞുതരാം. 2 സ്പൂൺ മുളക് പൊടി അത് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പം ശരിയായല്ലോ. ഉപ്പൊക്കെ ഇട്ട് നല്ല ഇതാണ്. ഇത്രേ ഉള്ളൂ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് കഴിച്ച് നോക്കാം. നമ്മുടെ കറി കൂട്ടി നമ്മുടെ അനിയത്തി തിന്നുമാണ്. എന്നാലും എൻ്റെ അനിയത്തി കറി എങ്ങനെ ഉണ്ട്? ഫോണിൽ നോക്കിയിരുന്ന തിന്നുന്ന അങ്ങനെയുണ്ടോ? അപ്പം ഇനി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നോ. അപ്പം ഗൈസ്, നമ്മുടെ കറി ഉണ്ടാക്കുന്നത് കണ്ടാണ്. എൻ്റെ പൊടി ഇടുന്നൊന്നും കാണിക്കുന്നില്ല. അത് ഞാൻ വീഡിയോ ഓണാക്കിയത് കരുതിയത്, പക്ഷേ വീഡിയോ ഓണായില്ലായിരുന്നു. ക്ഷമിക്കാന്നല്ല, അതിൻ്റെ പൊടി ഇടുന്നത് ഞാൻ മുളക് പൊടി 3 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ. അതും നമ്മുടെ തക്കാളി നല്ലതായിട്ട് വെന്ത് പറ്റുന്ന പാകം വരുമ്പം നമ്മളത് ഇടണം. പിന്നെ അത് വേകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കായ വിട്ടിരിക്കണം. തക്കാളി ഇട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ ആ കായ വിട്ടിട്ട് നന്നായിട്ട് എന്നിട്ട് വേണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കണം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേനും തക്കാളി നല്ല വെന്ത് ഉടയത്തില്ലേ, ആ സമയത്ത് അതിലേക്ക് പൊടികളിടണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഒഴിച്ചാൽ അത് കഴിഞ്ഞ് നമ്മുടെ മല്ലിപ്പൊടി ഇടണം 2 സ്പൂൺ. അത് കഴിഞ്ഞ് 3 സ്പൂൺ മുളക് പൊടി ഇടണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. വീഡിയോയ്ക്കകത്തുണ്ട് ബാക്കി ഇളക്കുന്ന ഇതൊന്നുമില്ല. പിന്നെ നന്നായിട്ട് അത് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെല്ലാവരും അറിയിക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യം വ്ലോഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനിയും കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബിൻ്റെ എവിടെയായിട്ടുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ അതിൽ ഓളെന്ന് കാണിക്കും. ആ ഓളെന്ന് കാണിക്കും. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന്